തൃശൂരിൽ നിന്ന് ഒരാളെ കാണാതായിട്ടുണ്ട്. ക്ലൂ തരാം, കേന്ദ്രമന്ത്രിയാണ്. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ എവിടെ ജോൺ എന്ന കവിത പോലെ എവിടെ സുരേഷ് ഗോപി എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് നാട്. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. തൃശൂർ ഇങ്ങ് എടുത്തവരെയും മാതാവിന് കിരീടം കൊടുത്തവരെയും ഒന്നും കാണുന്നില്ല. പണിവാളിരിക്കുക. 2 ദിവസമായിട്ട് പോലീസ് വിളിയോടെ വിളിക്കുക. ആ വക്കീൽ പറഞ്ഞ സംസ്ഥാനം മാറിയേക്കാൻ കുഴപ്പമില്ല, ഒന്ന് മസനഗുഡി പോയി കറങ്ങിയിട്ട് വരാം. അദ്ദേഹം സിനിമയിലാണ് ജീവിക്കുന്നത്. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ. പിന്നെ ആ സിനിമയും അദ്ദേഹത്തിന്റെ താരപ്രഭയും കണ്ടപ്പോ തൃശ്ശൂരിലെ കുറെ അധികം വോട്ടർമാർക്ക് കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധം വൈകാതെ തിരുത്തും. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. എവിടെ പോയി ഭരചന്ദ്രൻ IPS? എന്തൊക്കെയായിരുന്നു? മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക തെണ്ടികള്. അവന്മാർക്ക് ചാകരയല്ലേ കിട്ടിയേക്കണത്, ചാകര. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വാടക വീടെടുത്ത് വോട്ട് ചേർത്തത് ഗൗരവതരമെന്നും വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നതായി മന്ത്രി കെ രാജൻ. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം എവിടെയാണ് അല്ലെങ്കിൽ എന്നത് വരും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു മറുപടി നൽകാൻ ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫുകൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. സുരേഷ് ഗോപിയുടെയും ഭാര്യയുടെയും മക്കളുടെയും വോട്ടുകളും സഹോദരന്റെ കുടുംബത്തിന്റെ വോട്ട് ഉൾപ്പെടെയും ഇതിന്റെ ഭാഗമായി ചേർത്തു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകളും അദ്ദേഹം തന്നെ നേരത്തെ താമസിച്ച വീടിന്റെ മേൽവിലാസത്തിൽ ഒരുപാട് വോട്ടുകൾ ചേർന്നതും ഒക്കെയാണ് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. എന്നാ പിന്നെ ഞാൻ മറ്റേത് മറ്റേത് നീ എന്താ ആലോചിക്കുന്നത്? മുതലാളി, ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ? തൃശ്ശൂരിലെ വോട്ട് വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപിയെ പിന്തുണച്ച മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. സുരേഷ് ഗോപിയുടെ വിജയം അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ഇടത് വലത് മുന്നണികൾ. ആലത്തൂരിൽ 1 ലക്ഷം വോട്ടാണ് BJPക്ക് കൂടിയത്. UDF-ഉം LDF-ഉം ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കുന്നുവെന്ന് സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.